ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സെപ്റ്റംബർ 22 ബാലൻഡിയോർ പുരസ്കാര ജേതാവിനെ നമുക്ക് അറിയാൻ സാധിക്കുക. ഫ്രാൻസ് ഫുട്ബോളാണ് ഈ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കുക. ഇതിനു വേണ്ടിയുള്ള നോമിനി ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. സുപ്രധാന താരങ്ങൾ എല്ലാവരും ഇടം നേടിയിട്ടുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിലത്തെ പവർ റാങ്കിങ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്കോർ 19 ആണ് അവരുടെ ഫൈനൽ ബാലൻഡിയോർ പവർ റാങ്കിങ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യ 5 സ്ഥാനക്കാരെയാണ് ഇവർ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ഡെംബലയാണ് വരുന്നത്. അതായത് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് PSG ഫ്രഞ്ച് സൂപ്പർ താരമായ ഉസ്മാൻ ഡെംബലക്കാണ്. ഏറ്റവും ഒടുവിലെ പവർ റാങ്കിങ് പ്രകാരം ഡെംബല ഈ പുരസ്കാരം നേടും എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. രണ്ടാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ ലാമിൻ യമാലാണ് വരുന്നത്. പിന്നീട് റയൽ മാഡ്രിഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ മൂന്നാം സ്ഥാനത്ത് വരുന്നു. പിന്നീട് FC ബാഴ്സലോണയുടെ പെഡ്രിയാണ് വരുന്നത്. 4ാം സ്ഥാനമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് മുഹമ്മദ് സലാ വരുന്നു. ഇങ്ങനെയാണ് സ്കോർ 19ന്റെ ഒരു ഫൈനൽ പവർ റാങ്കിങ് വരുന്നത്. ഡെംബലെ നേടും എന്നാണ് അവരുടെ റാങ്കിങ് പറയുന്നത്. എന്നാൽ ഇതിൽ ആരാധകർക്ക് ഒരു ചെറിയ പ്രതിഷേധമുണ്ട്. ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞയെ ആദ്യ 5ൽ പോലും ഇവർ പരിഗണിച്ചിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ 61 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരമാണ് റാഫീഞ്ഞ. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. ആദ്യ 5ൽ എന്തായാലും അദ്ദേഹം സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ആദ്യത്തെ 5ൽ നിന്നും റാഫീഞ്ഞയെ ഒഴിവാക്കിയതിൽ പലരും ഇപ്പോൾ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.